ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് വെലങ്ങുന്ന് ഹിൽസ് കാണാനാണ് കേട്ടോ. അപ്പം എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അമല ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ വെലങ്ങുന്ന് ഉള്ളത്. അപ്പം നമ്മൾ കുറച്ചങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ആർച്ച് കാണാം. ഇനിയിപ്പോൾ ടൗൺ ഭാഗത്തു നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ശോഭ സിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് മുതുവറ കഴിഞ്ഞിട്ട് അമല ഹോസ്പിറ്റൽ എത്തുന്നേക്കാളും മുന്നാണ് കേട്ടോ ഈ വെലങ്ങുന്ന് പോകാനുള്ള ഈ ഒരു കവാടം കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഈ കുന്ന് കയറി പോകണം. ജസ്റ്റ് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കുന്നിൻ്റെ മേലെ എത്താം കേട്ടോ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കപ്പിൾ സ്പോട്ടും കൂടിയാണ് കേട്ടോ നമ്മുടെ വെലങ്ങുന്ന് ഹിൽസ്. അപ്പോൾ ടൗണിൽ തന്നെ ആയതുകൊണ്ട് ഒരുപാട് ഫ്ലാറ്റുകളും പിന്നെ നമുക്ക് വില്ലാസും ഒക്കെ പോകുന്ന വഴിക്ക് കാണാം കേട്ടോ. പക്ഷെ റോഡ് കുറച്ച് മോശമായിട്ട് തോന്നി. അങ്ങനെ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു ടിക്കറ്റ് കൗണ്ടർ പോലെ കാണാം കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് ഏരോയൊക്കെ ഇട്ടിട്ടുണ്ട്. വെലങ്ങുന്ന് ഹിൽസ് പറഞ്ഞിട്ട് അവിടെയും ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് പോകാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് മൂവ് ആകുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകണ പോലെയാണ് കേട്ടോ തോന്നുക. ശരിക്കും പണ്ടൊക്കെ ഇവിടെ ഭയങ്കര കാടായിരുന്നു എന്ന് തോന്നുന്നു. അതായത് ഈ മലേൻ്റെ താഴെയും കാടായിരുന്നിരിക്കണം. പക്ഷേ ഇത് കുന്നിൻ്റെ മേലെ ആയതുകൊണ്ട് കാട് അങ്ങനെ തന്നെ നിലനിന്നു എന്ന് എനിക്ക് തോന്നുന്നത്. താഴെയൊക്കെ പിന്നെ മനുഷ്യന്മാർ ഓരോരോ ബിൽഡിങ്ങും വീടുകളൊക്കെ വെച്ച് താമസാക്കിയിട്ടുണ്ടാവണം. അപ്പോൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ കുട്ടികൾക്കുള്ള ടിക്കറ്റ് കുട്ടികൾക്ക് 5 രൂപയുള്ളൂ തോന്നുന്നു. പിന്നെ വലിയ ആളുകൾക്ക് 20 രൂപയാണ് തോന്നുന്നു. പിന്നെ നമ്മുടെ കാറ് നമ്മൾ ഉള്ളിൽ കയറ്റിയിട്ട് അവിടെയാണ് കാറിനൊക്കെ പാർക്കിംഗ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു ചാർജും കൂടി ഉണ്ട് തോന്നുന്നു. പിന്നെ ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ നേരെ തന്നെ നമുക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യം അവിടെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം വണ്ടി ഉള്ളിലേക്ക് മൂവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിത് പോകുന്നത് നമ്മുടെ ബക്രീദിൻ്റെ അന്നാണ് കേട്ടോ. ബക്രീദിൻ്റെ അന്നൊരു ഈവനിങ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്, ആളുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വെലങ്ങുന്ന് ഹിൽസ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ തൃശ്ശൂർ ടൗണിൽ തന്നെ ആയതുകൊണ്ട് എന്തെങ്കിലും ആളുകളൊക്കെ ടൗണിലെ ഏരിയയിൽ എന്തിനെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് തൃശ്ശൂർ പാർക്ക്, സൂ അതുപോലെ തന്നെ പോകാനായിട്ട് എല്ലാവരും ചാൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ വെലങ്ങുന്ന് ഹിൽസ്. അപ്പൊ കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിരക്കും ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളൊരു 2 കൊല്ലം മുന്നേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇതുപോലെ നല്ലായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ബാക്കി ഞാൻ പിന്നെ പറയാം. അപ്പോൾ ആച്ചും വന്നിട്ടുണ്ട് ഒരു വട്ടം. അവനെ സ്കൂളിൽ നിന്ന് ഫീൽഡ് ട്രിപ്പായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തപ്പോൾ തൊട്ട് നേരെയായിട്ട് മൾബറീൻ്റെ മരം നിൽക്കുന്നത് കണ്ടിട്ടോ. അതിൽ നിറയെ മൾബറി ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ കുറേ പഴുത്തതുണ്ട്, കുറേ ജസ്റ്റ് പഴുത്ത് വരുന്നതുണ്ട്. അപ്പോൾ ഞാൻ അത് പൊട്ടിച്ചിട്ട് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. കാരണം അവർ ഈ സാധനം കണ്ടിട്ടില്ല. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. നല്ല മധുരം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചില്ല, പുളി രസമായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഒരുപാട് പ്രതീക്ഷകളോട് കൂടെ പിള്ളേർ പോകാൻ കേട്ടോ. കാരണം കഴിഞ്ഞ 2 കൊല്ലം മുന്നേ നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ ഒരുപാട് കിഡ്സ് പാർക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് വേറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇത് ആദ്യം ഇവിടെ അങ്ങനെയല്ലായിരുന്നു, ഭയങ്കര കപ്പിൾസ് മാത്രം വന്നുകൊണ്ടിരുന്ന ഒരു സ്പോട്ടായിരുന്നു വെലങ്ങുന്ന് ഹിൽസ് എന്ന് പറയുമ്പോൾ. പക്ഷെ അതിന് ശേഷം ഇതൊരു കിഡ്സ് പാർക്ക് ഇവിടെ ഉണ്ടാക്കി. അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് ഫുഡ് കോർട്ട്സ് അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഫാമിലീസ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ 2 കൊല്ലം മുന്നേ ഇവിടേക്ക് വന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ആച്ചുക്കുട്ടനും അനയും വന്നതും. പക്ഷേ ഞങ്ങൾ 2 കൊല്ലം മുന്നേ വന്നപ്പോൾ കണ്ട കാഴ്ചകളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല കേട്ടോ. അതിൻ്റെ ഒരു പൊടി പോലും ഇല്ലേ സംഭവം അവിടെ. അത് കണ്ടപ്പോൾ നമുക്ക് അതിശയമായിട്ടോ. കാരണം ഇതായിരുന്നു ആ സംഭവം. 2 കൊല്ലം മുന്നേ ഇവിടെ കിഡ്സ് പാർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വെലങ്ങുന്ന് ഹിൽസിൽ. അപ്പോൾ അവിടെ ഇതുപോലെ ബോട്ടിംഗ് സൗകര്യം ഉണ്ടായിരുന്നു, ഹൊറർ ഹൗസ് ഉണ്ടായിരുന്നു, പിന്നെ ഇതുപോലെ ദിനോസറിൻ്റെ ഒക്കെ എന്തോ ഒരു ഹൗസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ആച്ചുവിന് ഒരു വട്ടം സ്കൂളിൽ നിന്ന് ഫീൽഡ് ട്രിപ്പും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ആ ആക്ടിവിറ്റി ആണ് ഈ ഹൊറർ ഹൗസിൽ കയറണം, ആച്ചുവിന് മറ്റേ ബോട്ടിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രതീക്ഷയോടെ കൂടിയാണ് കേട്ടോ മക്കൾ വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ സംഭവം ഒന്നും അവിടെ ഇല്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അന്ന് വന്നപ്പോൾ കണ്ട കാര്യങ്ങളൊന്നും അവിടെ ഇല്ലേനും, അതിൻ്റെ ഒന്നും ഒരു പൊടി പോലും ഇല്ല. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല കേട്ടോ. ശരിക്കും അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ, അത് ആളുകൾ കുറവായതുകൊണ്ട് ഒക്കെ നാശമായി പോയതാണോ, ഏതാ ഒന്നും അറിയുന്നില്ല. പക്ഷെ കണ്ടപ്പോൾ കുറച്ച് വിഷമമായിട്ടോ. പിള്ളേർക്കും വിഷമമായി, കാരണം അവർ ആ ആക്ടിവിറ്റിയൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഭയങ്കര ഹാപ്പിയോടുകൂടെ വന്നതാണ്. അപ്പോൾ ശരിക്കും അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം കുട്ടികളൊക്കെ വരുന്ന സമയത്ത് നല്ലതല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തൃശ്ശൂർ ടൗണിൻ്റെ മൊത്തം വ്യൂ കാണാൻ പറ്റും കേട്ടോ. അതായത് ഓരോ സൈഡ് വ്യൂ ഇവിടെ മെയിനായിട്ടുള്ളത് അങ്ങനെയാണ്. കുറേ നമുക്ക് ഓരോരോ ഏരിയ തൃശ്ശൂർ ടൗണ് അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ ഓരോരോ ഏരിയയിലുള്ള വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ
കാണാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരേ കൂടാരം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കുറേ മരങ്ങളൊക്കെ വന്ന് നിറഞ്ഞിട്ട് ഇപ്പോൾ വ്യൂവും കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. അതും വേറൊരു കഷ്ടം പിടിച്ച കാര്യമാണ് കേട്ടോ. മരങ്ങളൊക്കെ വെട്ടി മാറ്റിയാലല്ലേ നമുക്ക് വ്യൂ കറക്റ്റ് കിട്ടുള്ളൂ. അതും ഇല്ല, മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരു മെയിൻ്റെനൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ. അവിടേക്ക് കുറേ ആൾക്കാർ പോകുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. അതാണ്. അപ്പോൾ ഇവിടെയായിരുന്നു കേട്ടോ മറ്റേ ബോട്ടിങ്ങിൻ്റെ സംഭവം ഉണ്ടായിരുന്നത്. ആച്ചു LKG പഠിക്കുമ്പോഴോ UKG പഠിക്കുമ്പോഴോ ഇങ്ങോട്ട് വന്നപ്പോൾ അവനതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്തായിരുന്നു ആ ബോട്ടിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് കുറച്ച് പോണ സമയത്ത് അവിടെ നിന്നും ഒരു വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ വ്യൂ ഉള്ള സ്ഥലത്ത് ഇവർ ഇതുപോലെ കെട്ടിയിട്ട് ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ വ്യൂ ഒന്നും കാണുന്നില്ല. കാടും മരമൊക്കെ ആയതുകൊണ്ട് നമുക്ക് വ്യൂ ഒന്നും ഇപ്പോൾ കറക്റ്റ് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന വഴിയാണ് കേട്ടോ, റോഡാണ് ആ കാണുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നിന്നു. ഇനി ആകെയുള്ളൊരു പ്രതീക്ഷ അവിടെ ഒരു കിഡ്സിൻ്റെ വേറെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അതായത് സാധാ നമ്മൾ നോർമൽ പാർക്കിലൊക്കെ ഉള്ള പോലത്തെ ഒരു കുട്ടി പാർക്കും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ എന്തായാലും ഉണ്ടാവും. മറ്റേ സീസോ, പിന്നെ മറ്റേ ഊഞ്ഞാല്, അങ്ങനെയൊക്കെയുള്ള സാധാ പാർക്ക് ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അത് അവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഇനി ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കിഡ്സ് പാർക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു വേറെ വ്യൂ സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ആദ്യം ഞങ്ങൾ കയറി. ആ പാലം കാണാൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വേറെ വ്യൂ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ആൾക്കാർ കയറണം കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കും കയറി. അപ്പോൾ അവിടെ നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശോഭ സിറ്റീൻ്റെ ഭാഗമാണ് കേട്ടോ. അതായത് തൃശ്ശൂർ ടൗണിൻ്റെ ഏകദേശം ഒരു ഏരിയ പറയാം. ആ കാണുന്നതാണ് കേട്ടോ ശോഭ സിറ്റി. അവിടെ തന്നെയാണ് ശോഭ മാളും ഉള്ളത്. തൃശ്ശൂരത്തെ ഇപ്പോൾ ഉള്ള ഒരു ഫേമസ് മാളാണ് കേട്ടോ ശോഭ മാള്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോകുമ്പോൾ പുഴയ്ക്കൽ വഴി നേരെ പോകുമ്പോഴാണ് ടൗൺ ഏരിയ എത്തുക. അപ്പോൾ അനേക്കും ഒരു ഡൗട്ടേ, ഇതെന്താ ടൗണായിട്ട് നിറയെ മരങ്ങളാണല്ലോ കാണുന്നതെന്ന്. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ അത്. ടൗൺ ബിൽഡിങ് മാത്രമുള്ള സ്ഥലമല്ല. അപ്പോൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തൃശ്ശൂരിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ തേക്കിൻകാട് മൈതാനത്തിൻ്റെ ചുറ്റുമാണ് നമ്മുടെ തൃശ്ശൂർ കിടക്കുന്നത്. അതിൻ്റെ നടുക്കാണ് നമ്മുടെ വടക്കുന്നാഥൻ തല ഉയർത്തി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ആകാശത്തുള്ള വ്യൂ നോക്കുകയാണെന്നേ നമുക്ക് മരങ്ങൾ തന്നെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അത് അല്ലാതെ നമുക്ക് ഒരുപാട് വലിയ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. സാധാ നമ്മൾക്ക് കുറേ മരങ്ങളും അതിൻ്റെ ഉള്ളിൽ കൊച്ചു കൊച്ചു കെട്ടിടങ്ങളും അങ്ങനെയായിട്ടാണ് നമുക്ക് തൃശ്ശൂരിനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു അഭിമാനം കൂടിയാണ് കേട്ടോ ഈ കാഴ്ചകളൊക്കെ. അപ്പോൾ നമ്മൾ അതാ നേരെ പിന്നെ പാർക്കിലോട്ട് ഇറങ്ങാനാണ് കേട്ടോ ആ പാലുള്ളത്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 12 വയസ്സിനും താഴെയുള്ളവർ മാത്രം ഇതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ എല്ലാവരും പ്രായഭേദം എന്നീ എല്ലാ റൈഡിലും കയറി ഇറങ്ങുന്നുണ്ട് കേട്ടോ. കയറാൻ പറ്റുന്നതിലൊക്കെ എല്ലാവരും കയറുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇതൊക്കെ കണ്ട് നോക്കി നിന്നു. ഇറങ്ങിയിട്ട് എന്താ ചെയ്യേണ്ടത്, നല്ല അത്യാവശ്യം കുറച്ച് തിരക്കും കാര്യങ്ങളും എല്ലാ റൈഡും ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ താഴേക്ക് പോവാതെ വെച്ചു. ആ പാലത്തുമ്പോൾ നിന്നിട്ട് നോക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം ആ പാർക്കിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പാർക്കിലൊക്കെ ഒന്ന് കയറി ഒന്ന് പിള്ളേരെ ഒന്ന് എൻജോയ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. ആൾക്കാർ ഓൾറെഡി സാഡായിരിക്കുകയാണ് കേട്ടോ. വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല പിള്ളേർ സെറ്റിന്. അപ്പോൾ പിന്നെ നമ്മൾ താഴെ ഇറങ്ങി പോയി പയ്യെ. അപ്പോൾ അവിടെ കുട്ടികൾക്ക് ഇത് ഞങ്ങൾ അന്ന് വന്നപ്പോഴും ഉണ്ടായിരുന്ന സംഭവം. പക്ഷേ എല്ലാം കുറച്ചും കൂടിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരുന്നു. പിന്നെ 2 കൊല്ലം ഉപയോഗിച്ച സാധനമാകുമ്പോൾ അതിൻ്റെ ഒരു പഴക്കമൊക്കെ ഇപ്പം എല്ലാത്തിനും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ആച്ചു അങ്ങോട്ട് ഫുള്ള് ആക്റ്റീവായി. അപ്പോൾ അവൻ ഈ സാധനത്തിൽ കയറുന്ന കണ്ടപ്പോൾ എനിക്ക് ആദ്യം പേടിയായിട്ടാ, അയ്യോ ഇവനെന്തായി കാണിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അവനിത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടാ. കാരണം ഇവരെ സ്കൂളിൽ ഇങ്ങനത്തെ സാധനം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവൻ ഇത് സ്ഥിരം കയറാറുണ്ടേ. അപ്പോൾ അവൻ ആ ഒരു പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് അവൻ ഫുള്ള് ഈ സാധനം കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടോ. അവൻ ഇങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓട്ടം, ചാട്ടം, അതുപോലെ ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. കുറച്ച് ഫ്ലെക്സിബിളാണ് ആൾ. അപ്പോൾ അനയും കയറി നോക്കുന്നുണ്ട്. പക്ഷെ അനയ്ക്ക് പറ്റുന്നില്ല. കാരണം അനയ്ക്ക് കുറച്ച് ബോഡി വെയിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അവനത് ഹോൾഡ് ചെയ്ത് മൂവ് ആവാനും പറ്റുന്നില്ല. കൈ നന്നായി വേദനിക്കുന്നുണ്ട് ഈ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാൻ നോക്കുന്ന സമയത്ത്. അപ്പോൾ അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടാ. പിന്നെ ഇവര് കുറച്ച് ആക്ടിവിറ്റീസ് ആയിരുന്നു പാർക്കിലുള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. എന്തത് അല്ല പിന്നെ കൂടെ പോയി അകത്തേക്ക് തവള നിന്നെ തിന്നാ.
പൊട്ടി വീഴുന്നു. ആ കേറിക്കോ. മതിടാ, തല ഇറങ്ങില്ലേ? ഞങ്ങളുടെ സ്കൂളിലുണ്ട് തോന്നണല്ലേ ഇതൊക്കെ. അവിടെ അത് ചെയ്യാറുണ്ടാവും. എത്തോ? ഹായ്, നടന്നു വരണു വരും ഇപ്പൊ. അനയ്യതാ വരുന്നത്, അനയ്യതാ വരുന്നത്, അനയ വരട്ടെ. അനേ കാല് പിടിച്ച് വലിക്കേണ്ടി വരും. തല ഇറങ്ങണ്ടേ? ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ചേട്ടാ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുവോ? ഇപ്പൊ ബോധം പോവും. ഇത് ഭയങ്കര ഗ്യാപ്പിലാണല്ലോ ചവിട്ടണ സാധനം അല്ലേ? അങ്ങനെ പിന്നെ കുറെ നേരം ഊഞ്ഞാലിലൊക്കെ ഞങ്ങൾ ഇരുന്ന് ആടി. ആദ്യം ഞങ്ങൾക്ക് ഇതിലിരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഊഞ്ഞാലിലൊക്കെ കയറാൻ സമയം കിട്ടിയിട്ടോ. അപ്പോൾ എനിക്ക് 12 വയസ്സല്ല, പക്ഷെ ഞാനും ഇവരെ കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാരൊക്കെ വന്നിട്ട് പറഞ്ഞു കയറണം എന്നുള്ള. അവിടെ എപ്പോഴും പോലീസുകാരുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയ സമയത്ത്. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു കയറാനുള്ള സമയമായി, കയറാൻ പറഞ്ഞിട്ട് ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സംഭവം എല്ലാം നിർത്തി മതിയാക്കി പോയി എല്ലാവരും. ഇരുട്ടായിട്ടുണ്ട്. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരെയും നിർത്തില്ലാന്ന് തോന്നുന്നു. കാരണം കാട് പോലത്തെ ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഷൂ ഒക്കെ ഇടാൻ പോലും നേരമില്ലാണ്ട് നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഇപ്പോഴാ സങ്കടം അങ്ങോട്ട് മാറുന്നില്ല. ഈ സംഭവമൊക്കെ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു നമ്മുടെ മക്കൾക്ക്. അതായത് ഇപ്പോൾ ഒരു സ്ഥലം അവർക്ക് കളിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പോവാൻ ഇഷ്ടമുള്ള സ്ഥലം, അവിടെ ഇന്ന സ്ഥലം ഉണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവില്ലേ? ആ പ്രതീക്ഷ അവരുടെ നഷ്ടപ്പെട്ട സങ്കടമാണ് കേട്ടോ അവർക്കുള്ളത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കുറച്ച് ഉറുമ്പ് സെറ്റ് ജാതിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് ആളുകൾ വരിയായിട്ട് പോവാ, ആ കുറച്ച് ആളുകൾ തന്നെ ഉള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് അവരെങ്ങോട്ടായി കാര്യമായിട്ട് പോകുന്നതെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് പോവാൻ നിന്നു കേട്ടോ. എല്ലാ വണ്ടികളും എടുത്ത് എല്ലാവരും പോവാണ്. ഇരുട്ടായി. അപ്പോൾ പോലീസുകാരെല്ലാവരെയും ഇറക്കി വിട്ടതിന് ശേഷം പോലീസുകാരെ അവിടെ നിന്ന് പോവുള്ളൂ. കാരണം ഇങ്ങനെ ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് രാത്രി അവിടെ ആരെയും കയറ്റാനോ അല്ലെങ്കിൽ അവിടെ എന്താ നടക്കുന്നത് ഏതാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവർ പോലീസുകാരൊക്കെ നമ്മളെല്ലാവരെയും
പോയി എന്ന് ഉറപ്പാക്കിയിട്ട് അവരും പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ എന്തെങ്കിലും തട്ടുകടയിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ഉണ്ണിയാപ്പൻ്റെ കടയാണ് കേട്ടോ, നമ്മുടെ ചിറ്റിലപ്പള്ളിക്കാരുടെ ഫേമസ് ആയിട്ടുള്ള ഉണ്ണിയാപ്പൻ്റെ തട്ടുകടയാണ് കേട്ടോ. എപ്പോഴെങ്കിലും ഇവിടെ വന്ന് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ഫുഡുകളാണ്, നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല നീറ്റായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഫാമിലി ആയിട്ട് വന്ന് കഴിക്കാൻ പറ്റും, അത്യാവശ്യം നീറ്റാണ്, നല്ല ഫുഡാണ്. നമുക്ക് ഒരുപാട് അങ്ങോട്ട് പൈസ ചിലവൊന്നുമില്ല. നമുക്ക് നോർമൽ ഒരു വഴി സൈഡിലുള്ള തട്ടുകടയിൽ നിന്ന് കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തട്ടുകടയിൽ കിട്ടുന്ന അതേ വിഭവങ്ങൾ ഇവിടെയും കിട്ടും. നമുക്ക് അത്യാവശ്യം ഇരുന്ന് ഫാമിലി ആയിട്ടൊക്കെ കുറച്ച് സംസാരിച്ച് സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ച് പോകാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഒരു വൈകുന്നേരം വെറുതെ പാഴാക്കിയില്ലല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ നമ്മൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ.